അന്താരാഷ്ട്ര കുറ്റവാളിയായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ മുംബൈയിലെ അധോലോക നായകനായിരുന്നുകൊണ്ട് അവിടെ ട്രെയിനിലെ സീരിയൽ സ്ഫോടനങ്ങൾ നടത്തി മുംബൈയെ നശിപ്പിച്ച രാജ്യസ്നേഹമില്ലാത്ത അവൻ ഇരിക്കുന്ന നശിപ്പിച്ച് കളയുന്ന രാജ്യദ്രോഹിയായി വൃത്തികെട്ടവനായ മയക്കുമരുന്ന് മാഫിയ തലവനായിട്ടുള്ള ദാവൂദ് ഇബ്രാഹിമിൻ്റെ വലം കൈയായിട്ടുള്ള മുഹമ്മദ് സലീം ഡോള എന്ന് പറയുന്ന ആളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അത് മഹത്തായ ഒരു വിജയമാണ്. കാരണം അധോലോക ഈ ദാവൂദ് ഇബ്രാഹിം അയാൾ വല്ലാതെ കിടക്കുകയാണ്, വല്ലാത്തൊരവസ്ഥയിലാണ്. അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യുന്നത് പാകിസ്ഥാൻ ഗവൺമെൻറ് എല്ലാ വിധത്തിലും തടഞ്ഞുകൊണ്ടുള്ള സുരക്ഷയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കൂടെ അദ്ദേഹത്തിൻ്റെ വലങ്കൈയെ അറസ്റ്റ് ചെയ്ത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ വലങ്കൈ വെട്ടി വീഴ്ത്തുന്നതിന് തുല്യമായിട്ടുള്ള തീർച്ചയായിട്ടും. മാത്രമല്ല ഈ മുഹമ്മദ് സലീം ഡാല എന്ന് പറയുന്ന ആള് ഈ ഒരു അന്താരാഷ്ട്ര കുറ്റവാളിയാണ്. അത് ഇന്റർപോൾ തന്നെ അംഗീകരിച്ചിട്ടുള്ളതും പ്രഖ്യാപിച്ചിട്ടുള്ളതുമാണ്. ഈ തുർക്കി മുതൽ നമ്മുടെ കസക്കിസ്ഥാൻ വരെയുള്ള ബാൾക്കൻ മേഖലയിൽ ബാൾക്കൻ റൂട്ടിലുള്ള മയക്കുമരുന്ന് കച്ചവടവും അതിൻ്റെ നിയന്ത്രണവുമാണ് ഇയാൾ പ്രധാനമായിട്ട് ചെയ്യുന്നത്. അവിടുന്നാണ് മയക്കുമരുന്ന് ശേഖരം ഇന്ത്യയിലേക്കും മറ്റ് ബാൾക്കൻ കൺട്രീസിലേക്കും ഏഷ്യൻ കൺട്രിയിലേക്കും ഒക്കെ സപ്ലൈ ചെയ്യുന്നത്. അപ്പൊ ഇയാള് ഇന്ത്യക്ക് മാത്രമല്ല, ഇന്ത്യയിൽ ഒരുപാട് കേസുകളിൽ പ്രതിയാണ് ഇയാൾ. ഇന്ത്യക്ക് മാത്രമല്ല, ലോകത്തിന് തന്നെ പ്രത്യേകിച്ചും മയക്കുമരുന്ന് കടത്തുന്നത് കൊണ്ടുള്ള ഒരു 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 തലവേദനയാണ്. 2024 ഇയാളെ അറസ്റ്റ് ചെയ്യാൻ, ഇയാളെ പിടികൂടാൻ ഇന്ത്യ ശ്രമങ്ങൾ ആരംഭിച്ചത്. ഇന്റർപോളിനെ സമീപിക്കുകയും ഇന്റർപോൾ ഇയാളെ അന്താരാഷ്ട്ര കുറ്റവാളിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇയാള് ഇന്ത്യ വിട്ടിട്ട് ഒരുപാട് കാലമായി. തുർക്കിസ്ഥാൻ, തുർക്ക്മെനിസ്ഥാൻ, കിർഗിസ്ഥാൻ തുടങ്ങി ഇങ്ങനെയുള്ള ഈ ബാൾക്കൻ ഏരിയയിലുള്ള ഇസ്ലാമിക രാജ്യങ്ങളിലാണ് ഇയാളുടെ താവളം. അവിടെ ഇരുന്നുകൊണ്ട് തുർക്കിയുമായി ബന്ധപ്പെട്ടാണ് ഇയാള് ഈ കാര്യങ്ങൾ ചെയ്തു വന്നിരുന്നത്. ഇപ്പൊ ഇയാളെ അറസ്റ്റ് ചെയ്തത് ഇസ്താംബൂളിലെ പ്രാന്തപ്രദേശ ഗ്രാമത്തിൽ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ അത് തുർക്കിയുടെ ഭാഗമാണ്, തുർക്കിയുടെ ക്യാപിറ്റലാണ്. അവിടെ നിന്നാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. അപ്പൊ ഇയാളെ കുറിച്ചുള്ള വിവരം കിട്ടാൻ കാരണം ഇയാള് UAE പാസ്പോർട്ടുള്ള ആളാണ്. അപ്പൊ UAE എല്ലാ കാര്യങ്ങളും ഇന്ത്യക്ക് ഹാൻഡ് ഓവർ ചെയ്യും. അങ്ങനെയാണ് നമ്മൾ തമ്മിലുള്ള കരാർ. അതിൽ ഇയാളെ കുറിച്ചുള്ള വിവരങ്ങളും ഇന്റലിജൻസ് ഷെയറിംഗിൽ എല്ലാം ഇയാളെ കുറിച്ച് കിട്ടിയത് കൊണ്ട് അന്വേഷണം സുഗമമായി. അതായത് ഇത് ഇത്രയും പെട്ടെന്ന് അന്വേഷണം ഇതാകാൻ കാരണം ഒരു വർഷം മുമ്പ്, അതായത് കഴിഞ്ഞ വർഷം ഇയാളുടെ മകൻ താഹിർ ഡോള, ഇയാളുടെ മകൻ താഹിർ ഡോളയും കുറെ കൂട്ടുകാരും 5-6 പേരും ബോംബെയിൽ വെച്ച അറസ്റ്റിലായി. ബോംബെയിൽ അറസ്റ്റിലായത് എങ്ങനെ? ഇവരെ UAE നാട് കടത്തി ഇന്ത്യയിലേക്ക് അയക്കിയത്. അപ്പൊ വിമാനത്താവളത്തിൽ വന്ന് ഇറങ്ങിയതും അവരിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ അനുസരിച്ചാണ് ഇയാള് തുർക്കിയിലുണ്ടെന്ന് മനസ്സിലാക്കിയത്. അതിന്റെ തുടർച്ചയായിട്ട് ഇയാളെ അന്വേഷിച്ചു, പിടിച്ചു. അപ്പൊ തുർക്കി സ്വാഭാവികമായിട്ട് ഇന്റർപോള് ലുക്കൌട്ട് നോട്ടീസ് ഉള്ളത് കൊണ്ട് തുർക്കിക്ക് അതിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല. പക്ഷെ ഇയാളെ സംരക്ഷിച്ചത് തുർക്കിയാണ്. പാകിസ്ഥാൻ ദാവൂദ് ഇബ്രാഹിമിനെ സംരക്ഷിച്ചതുപോലെ ഇയാളെ സംരക്ഷിച്ചത്, ഇക്കാലം അത്രയും സംരക്ഷിച്ചത് തുർക്കിയാണ്. പക്ഷേ ഇന്റർപോളിന്റെ ലുക്കൌട്ട് നോട്ടീസ് ഉള്ള ഒരാളെ രേഖാമൂലം ഇന്ത്യ ഗവൺമെന്റ് ആവശ്യപ്പെടുകയും ഇന്റർപോൾ ആവശ്യപ്പെടുകയും ചെയ്യുമ്പോൾ മറ്റ് നിർവാഹങ്ങളും മാർഗമൊന്നും ഇല്ലാതെ കൈമാറാൻ ഇസ്താംബൂൾ സമ്മതിച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കുറ്റമായിട്ട് അതാണ്, അതുകൊണ്ട് അത് സമ്മതിച്ചു. അപ്പൊ ഇത് ഈ ഒരു അറസ്റ്റോടുകൂടി വലിയൊരു മയക്കുമരുന്ന് മാഫിയയുടെ ശൃംഖലകൾ തന്നെ തകർത്തി, വേര് തന്നെ ലോകത്തിന് ചെയ്ത വലിയൊരു സേവനമാണ്. അപ്പോൾ അത് നമ്മുടെ ഇയാളെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു ഉടനെ നമ്മുടെ ആഭ്യന്തരമന്ത്രി പറഞ്ഞത് അതായത് അമിത്ഷാ പറഞ്ഞത് മയക്കുമരുന്ന് മാഫിയകളോട് ഒരു ദയവും ഉണ്ടാവില്ല എന്നുള്ള ഇന്ത്യൻ നയത്തിന്റെ ഒരു ഉദാഹരണമാണ് ഈ അറസ്റ്റ് എന്ന് പറഞ്ഞു. വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരിക്കും അത്. ഇപ്പൊ ഇത് ഈ ഒരു റൂട്ട് കൊണ്ടോ അല്ലെങ്കിൽ ഈ ഒരു ഏരിയ കൊണ്ടൊന്നും മയക്കുമരുന്നും ഭീകരവാദം, ഇസ്ലാമിക ഭീകരവാദമായിട്ട് മയക്കുമരുന്ന് രണ്ടും ബന്ധപ്പെട്ടിരിക്കുകയാണ്. അത് ഈ ദാവൂദ് ഇബ്രാഹിം ഇത് രണ്ടാണല്ലോ, അയാളുടെ അനുയായിയാണ് ഇത്. അപ്പോ തീവ്രവാദത്തിനേറ്റ ഒരു കനത്ത പകരം കൂടെയാണ് ഈ ഇത്. പൊതുവെ ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനത്തിന്റെ
വേരറ്റുപോയി പോകത്തക്ക വിധമുള്ള ഒരു നടപടിയാണ്. കാരണം ഉം. ഇന്ത്യക്കെതിരെ തീവ്രവാദ പ്രവർത്തനം നടത്തുന്നതിന്റെ മുഴുവൻ ഫണ്ടിങ്ങും ദാവൂദ് ഇബ്രാഹിമാണ് നടത്തുന്നു. ദാവൂദ് ഇബ്രാഹിമിന് ഈ കാശുണ്ടാകുന്നത് മയക്കുമരുന്ന് വ്യാപാരത്തിലൂടെയും കള്ളക്കടത്തിലൂടെയും. അത് ഇന്ത്യയിലേക്ക് വരുന്നത് തടയുന്ന നിയമമായിരുന്നു FRCE. അതെ അതിനാണ് ചില തൽപര കക്ഷികളെല്ലാം കൂടെ ചേർന്നിട്ട് അതെ അതെ അതിനെതിരെ കുപ്രചാരണം നടത്തി BJPക്കെതിരെയുള്ള വോട്ടാക്കി മാറ്റാൻ ശ്രമിച്ചത്. അത് വിജയിക്കുമെന്ന് നമുക്ക് 4 അറിയാം. 4 ദിവസം കഴിയുമ്പോൾ. അതെ അതെ. പക്ഷേ ആ. ഈ അന്താരാഷ്ട്ര മയക്കുമരുന്ന് മാഫിയയും ഉം. തീവ്രവാദ സംഘങ്ങളും ഉം. നമ്മുടെ നാട്ടിലെ ഉം. ക്രൈസ്തവ മിഷണറിമാരും തമ്മിൽ ഉം. അതിഗാഠമായ ഒരു ബന്ധമുണ്ട്. ക്രൈസ്തവം എന്ന് മൊത്തത്തിൽ പറയാൻ പറ്റത്തില്ല. നമുക്ക് എന്താ പറയുന്നത്, അവിടുത്തെ ഈ പറയുന്ന ഉത്തരേന്ത്യയിലെ ക്രൈസ്തവ മിഷണറിമാര് നല്ല ബന്ധം അവരുണ്ട്. അതിനുള്ള രേഖകളും തെളിവുകളും ഒക്കെ ആഭ്യന്തര മന്ത്രാലയത്തിന് കിട്ടിയിട്ടുണ്ട്. അവർ വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. അതേക്കുറിച്ച് നമുക്ക് അടുത്തൊരു ഇതിൽ സംസാരിക്കാം. പെന്തക്കോസ്ത് മതത്തിന്റെ ലോബി അമേരിക്കയിലുണ്ട്. അതെ അതെ. അവർ ഏറ്റവും കൂടുതൽ ധനാഢ്യരായിട്ടുള്ളത്, ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ളത് ഈ നക്സലൈറ്റ് മേഖലയെ ഫണ്ട് ചെയ്തിരുന്നത് ഇത്തരം പൈസയാണ്. അത് എത്തിക്കൊണ്ടിരുന്നത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ആസാമിലുള്ള സകല പ്രശ്നങ്ങൾക്കും ഉത്തരവാദി ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ആസാമിലെ ഇപ്പൊ ഈ അടുത്ത കാലത്ത് നിർവാരൻ സമിതി എന്ന് പറഞ്ഞൊരു, അതായത് നമ്മളെ ഇവിടുത്തെ പുനരധിവാസ കേന്ദ്രം, അവിടുത്തെ ഒരു പുനരധിവാസ കേന്ദ്രത്തില് പ്രശ്നങ്ങളുണ്ട്. റിപ്പോർട്ട് പിടിക്കാൻ NIA സംഘവും കൂടെ ചെന്നപ്പോഴേ അവിടുത്തെ 4 നിലയുള്ള കെട്ടിടത്തിന്റെ മോളിൽ കയറി നിന്നിട്ട് അവിടുത്തെ അന്തേവാസികൾ താഴോട്ട് ചാടുകയായിരുന്നു. ശരി. ഇത് അവർ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇത് കഴിയുമ്പോൾ ഇവർ പിന്മാറിപ്പോകും, ഇവരകത്ത് പോകരുത് എന്നുള്ളതാണ് ഉദ്ദേശം. പക്ഷേ സമ്മർദ്ദം ചെലുത്താൻ തോക്കുമായിട്ട് ഇവരുടെ പക്ഷെ അവരതുകൊണ്ടൊന്നും പിന്മാറിയില്ല. ഇവരെ താഴെ വീണവന്മാരെ അറസ്റ്റ് ചെയ്തു, അകത്ത് കയറി സെർച്ച് നടത്തി, സാധനങ്ങൾ കണ്ടുപിടിച്ചു. 5 പെമ്പിള്ളരെ അടിമകളാക്കി അവിടെ വച്ചിരുന്നവരെ പിടിച്ച് മോചിപ്പിച്ചു. ഇതെല്ലാം എനിക്ക് തോന്നുന്നു അമേരിക്കയിലെ ഏറ്റവും ശക്തമായ എവാഞ്ചലിക്കൽ ലോബി. അവർ തന്നെയാണ് ഇറാൻ യുദ്ധത്തിന് പിന്നിലും. ഇതിന്റെയൊക്കെ പിന്നിൽ ഉള്ളത് ഡീപ് സ്റ്റേറ്റ് ആണ്, എവാഞ്ചലിക്കൽ ലോബി. അവിടെ മാത്രമല്ല, ഈരാറ്റുപേട്ട വരെ ഉണ്ട് എന്നുള്ളതാണ് ഇപ്പൊ വ്യക്തം. പക്ഷേ ഈ ഇന്ത്യക്കെതിരായ തീവ്രവാദ പ്രവർത്തനം വരുമ്പോ ഇവരും ഇസ്ലാമിസ്റ്റുകളും, തീവ്രവാദികൾ, എല്ലാ ഇഷ്ടമല്ല, ഇസ്ലാമിക തീവ്രവാദികളും ഒന്നിച്ചാണ് പ്രവർത്തിക്കുന്നത്. രണ്ടുപേരുടെ ഉദ്ദേശം ഒന്നാണ്, ഇന്ത്യയെ നശിപ്പിക്കുക. ഇവിടുത്തെ ക്രിസ്ത്യാനികളെയോ അല്ലെങ്കിൽ സാധാരണക്കാരെയോ അല്ല നമ്മൾ പറയുന്നത്. ശരിക്കും പറഞ്ഞാല് ഇപ്പോ ഈ ഇന്ത്യയിലുള്ള ക്രിസ്ത്യാനികൾക്ക് സഭയിലുള്ളതിനേക്കാൾ വിശ്വാസം നമ്മുടെ ഇവിടുത്തെ ഭരണ സംവിധാനങ്ങളോടുണ്ട്. അതാണ് സത്യം. കാരണം ആസാം, ഗോവ, അരുണാചൽ പ്രദേശ് നോക്കുക, ഇവിടെ എല്ലാം BJP ആണ് ഭരിക്കുന്നത്. ഇപ്പൊ തന്നെ ഗുജറാത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ കണ്ടില്ലേ, ഗുജറാത്തിൽ വമ്പിച്ച മുന്നേറ്റമാണ് BJP കൈവരിച്ചത്. ഇപ്പൊ ഇന്നിപ്പോ എക്സിറ്റ് പോൾ വരുമ്പോ നമുക്കറിയാം എങ്ങനെയാണ് സത്യം ജയിക്കുമോ, ഇവർ ഇരുട്ടിന്റെ ശക്തികൾ ജയിക്കുമോ എന്നുള്ളത് നമുക്ക് തിരിച്ചറിയാൻ കഴിയും. ഇവാഞ്ചലിക്കൽ ലോബിയുടെ ഈ അർത്ഥം എന്ന് പറയുന്നത് അങ്ങ് തുർക്കിയിലും അതുപോലെ തന്നെ മധ്യ പൗരസ്ത്യ ദേശങ്ങളിലും മാത്രമല്ല, അമേരിക്കയിലാണ് അതിന്റെ ഉൽപ്പത്തി. അപ്പോ അത് നിങ്ങൾ വന്നിട്ട് കേരളത്തിൽ പോലും ഉണ്ടെന്നാണ് പറയുന്നത്. കേരളത്തിലെ ഈരാറ്റുപേട്ട അങ്ങനെയുള്ള മേഖലകളിലുമൊക്കെ ഇവാഞ്ചലിക്കൽ ലോബിയുടെ പ്രവർത്തനം വളരെ ശക്തമായിട്ടുണ്ട്. FRCEക്കെതിരെ അതിശക്തമായിട്ടുള്ള ഒരു വലിയ ഒരു അന്തർധാര അവരാണ് സൃഷ്ടിച്ചതെന്നും പറയുന്നുണ്ട്. പക്ഷേ ഇതിലുള്ളൊരു ഒരു വൈരുദ്ധ്യം എന്തെന്ന് പറഞ്ഞാല്, ഈ മാനം മര്യാദയ്ക്ക് നമ്മുടെ നാട്ടിൽ ഇവിടുത്തെ ജീവിതശൈലിയുമായിട്ട് കഴിയുന്ന ക്രിസ്ത്യാനികളെ ഇവർ പ്രതിക്കൂട്ടിലാണ് ഈ പ്രവൃത്തി കൊണ്ട്. സീറോ മലബാർ സഭ എന്ന് പറയുന്നത് കേരളത്തിന്റെ സംസ്കാരമായിട്ട് പൊരുത്തപ്പെട്ട് അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദേവാലയങ്ങളിൽ ഈ ഇതുണ്ടല്ലോ, വിദ്യാരംഭം അത് ആഘോഷിക്കുന്നവരാണ്, നിലവിളക്ക് കത്തിക്കുന്നവരാണ്, അമ്പലങ്ങളെ അനുവദിച്ച് കൊടിമരങ്ങൾ ഉയർത്തി വയ്ക്കുന്നവരാണ്. നമ്മുടെ സംസ്കാരമായിട്ട് 100% ഇഴുകിച്ചേർന്ന ആ ഒരു ഇഴുകിച്ചേരലിനെ ഒരിക്കലും ഇതുപോലുള്ള ഈ വിദേശ ഹരങ്ങൾക്ക് ഒരിക്കലും സ്വാധീനിക്കാൻ കഴിയില്ല എന്നുള്ളൊരു വിശ്വാസം കൂടി നമ്മുടെ കേരളത്തിലെ സഭകൾക്ക് ഒരു പരിധി വരെ ഭരണ സംവിധാനങ്ങളും രാഷ്ട്രീയത്തിലുമൊക്കെ അവരുടേതായ കാഴ്ചപ്പാടുണ്ട്. അതൊന്നും ഉണ്ടാകുന്ന ഒരു കുറ്റമല്ല. പക്ഷെ വേറൊരു കാര്യമുള്ളത്, നമ്മുടെ ചില പത്രങ്ങളെ ഈ ഫാരിസ് അബൂക്കർ എന്ന് പറയുന്ന ടൈൻറ്റഡ് പേഴ്സണാലിറ്റിയുടെ സ്വാധീനം മൂലം സ്വാധീനിക്കപ്പെട്ടിരിക്കുന്നവർക്ക് അവർ സ്വാധീനിക്കപ്പെടുന്നുണ്ട്, ഇവരാൽ സ്വാധീനിക്കപ്പെടുന്നുണ്ട്. അവരുടെ പല എഡിറ്റോറിയലുകളും മുഖലേഖനങ്ങളും ഒക്കെ ആ ദിശയ്ക്കുള്ള സൂചനകളാണ്. അതൊരു പ്രത്യേക മതത്തിന്റെ പത്രമാണെന്ന് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് ശമ്പളം കൊടുത്തില്ല, പല ജീവനക്കാർക്ക് ശമ്പളം കൊടുത്തിട്ടില്ല. ശമ്പളം കൊടുക്കാൻ അവർക്ക് കഴിയുന്നില്ല. 4 മാസം കൂടുമ്പോഴൊക്കെ കഷ്ടനഷ്ടങ്ങൾ, കുടുംബസമേതം ജീവിക്കുന്നവർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രയാസങ്ങൾ. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർ ചെയ്യുന്ന പരിപാടി എന്ന് പറയുന്നത്
ഈ ലോബികളുടെ ഫണ്ട് സ്വീകരിച്ചുകൊണ്ട് അവർക്ക് അനുകൂലമായിട്ടുള്ള ഗൊഴലൂത്ത് നടത്തുന്ന കോടാലിക്കൈയാവുന്ന പരിപാടികളിലേക്ക് പോകുന്നുണ്ട്. അത് തീർച്ചയായിട്ടും ബാഡ് ഇൻഫ്ലുവൻസ്. മാത്രമല്ല ഇത്തരം ഫണ്ടിങ് ഒക്കെ നിയന്ത്രിക്കുകയാണ്. ഇപ്പൊ ടാറ്റയുടെ തന്നെ എത്തിക് ഫണ്ട് എന്ന് പറഞ്ഞ് സൗദി അറേബ്യയിൽ വരുന്നത് മതം പ്രചരിപ്പിക്കാനാണ്. അതിൻ്റെ അകത്തൊരു കണ്ടീഷൻ അതാണ്. എത്തിക് ഫണ്ടിൽ കൊടുക്കുന്നതിന്റെ ഒരു കണ്ടീഷൻ അതാണ്, ഇസ്ലാമിക് പ്രൊപ്പഗേഷൻ. അതാണ് നമ്മൾ നാസിക്കിൽ കണ്ടത്. ഇത്തരം ഫണ്ടിങ് സ്ത്രീപീഡനവും എല്ലാം നടത്തുന്നു. ഇത്തരം ഫണ്ടിങ് ഒക്കെ അവസാനിപ്പിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.